നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കല്യാണി സുഖാണോ? അതെ. കോളേജിൽ പോവാറുണ്ട്. വിളമ്പി കൊടുക്കടി മോളെ. വിളമ്പ്. കുറച്ച് മതി. കൊള്ള സൂപ്പർ. മാമ കഴിക്കുന്നില്ലേ? ആദ്യം ഇതൊന്ന് തീർക്കട്ടെ, എന്നിട്ട് കഴിക്കാം. കല്യാണിക്ക് തന്നെ അരവിന്ദന് ഭക്ഷണം വിളമ്പണമെന്നേ ഇവക്ക് നിർബന്ധം. ആണോ കല്യാണി? മോളെ, അരവിന്ദേട്ടന് മീൻ വറുത്തതെടുത്ത് കൊടുക്ക്. വെച്ചോ. അരവിന്ദനും കല്യാണി നല്ല ചേർച്ചയാ. എങ്ങനെയെങ്കിലും അരവിന്ദനെ കൊണ്ട് കല്യാണിയെ കെട്ടിക്കണം. നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങളെ കാത്തു നിന്നതാ ഒന്ന് കാണാൻ. ഞാനില്ലാത്ത സമയത്ത് ഇവിടെ കയറി നിൽക്കാൻ മാത്രം ധൈര്യമൊക്കെ ആയോ നിനക്ക്? എന്തിനാ മാഡം ടെൻഷൻ ആവുന്നത്? ഞാൻ നിങ്ങളുടെ വീടിനകത്തൊന്നും കയറിയില്ലല്ലോ, ഇവിടെയല്ലേ നിൽക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ. മര്യാദയോ? നിങ്ങൾക്കോ? എന്തിന്? എന്റെ അണ്ടറിൽ വെറും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയ ഒരു സ്റ്റാഫിന്റെ ഭാര്യയാ നീ. ആ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കില്ല നീ. നീ ആരോടാ സംസാരിക്കുന്നേന്നറിയോ? അറിയാം മാഡം, നന്നായിട്ട് അറിയാം. എന്റെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയോടാ ഞാൻ സംസാരിക്കുന്നത്. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിപ്പോ. നിക്ക. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാടുണ്ട്. നീ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? പ്രശ്നം ഉണ്ടാക്കാനല്ല, അവസാനിപ്പിക്കാനാ വന്നത്. പ്രശ്നം അവസാനിപ്പിക്കണമെങ്കിൽ നീ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്ന ജീവിതം വേണ്ടെന്ന് വെച്ച് എങ്ങോട്ടെങ്കിലും പോണം. പറ്റുമോ നിനക്ക്? പറ്റുമായിരുന്നു. അതിനുവേണ്ടി ഒരിക്കൽ നിന്നെ ഞാൻ കാണാൻ ഇവിടെ വന്നു. അന്ന് നീ എന്നെ മനസ്സിലാക്കിയില്ല. എന്നെ അപമാനിച്ചും കരയിച്ചും ഇറക്കി വിട്ടു. എന്റെ അക്കുച്ചേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയാ ശ്രേയെ അക്കുച്ചേട്ടനായിട്ട് ഒരുമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അക്കുച്ചേട്ടന്റെ മനസ്സിലുള്ള ശ്രേയ ജീവിതത്തിലും അക്കുച്ചേട്ടന്റെ കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ച ഞാൻ അതിന് ശ്രമിച്ചത്. ശ്രേയയുടെയും അക്കുച്ചേട്ടന്റെ ഇഷ്ടറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അക്കുച്ചേട്ടനിൽ നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അകലാൻ തീരുമാനിച്ചതാ. പക്ഷെ അത് നീ മനസ്സിലാക്കില്ല ശ്രേയ. അക്കുച്ചേട്ടനെ നീ ജോലി കൊടുത്ത് കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അക്കുച്ചേട്ടന്റെ മനസ്സിൽ ശ്രേയ ഉണ്ടായിരുന്നതുകൊണ്ടാ എല്ലാം കേട്ട് അനുസരിച്ച് നിന്നെന്ന് നീ കരുതിയോ? അക്കുച്ചേട്ടന് സ്വന്തം ജോലിയോടുള്ള ഇഷ്ടം, സിൻസിയറിറ്റി, അതൊക്കെ കൊണ്ടാ. അല്ലാതെ കാമുകി ശ്രേയ പറഞ്ഞതുകൊണ്ട് അനുസരിച്ച് നടന്നതല്ല. മതി, നിർത്ത്. ആകാശിനെയും എന്നെയും ഞങ്ങളുടെ സ്നേഹത്തെ പറ്റിയൊക്കെ നിനക്ക് എന്തറിയാം? എനിക്കറിയാം ശ്രേയ, എല്ലാം അറിയാം. നിനക്ക് കല്യാണം എന്നാൽ എന്താണെന്ന് അറിയില്ല, താലി എന്താണെന്ന് പോലും അറിയില്ല. നിനക്കത് വെറും ഒരു മാലയായിരിക്കും. അതുകൊണ്ടാണല്ലോ എന്റെ കഴുത്തിൽ നിന്ന് അത് പൊട്ടിച്ചെറിയാൻ നീ ആഗ്രഹിച്ചത്. ഇത് താലി, രണ്ട് ഹൃദയങ്ങളെ ഒന്നാക്കുന്ന ദൈവത്തിന്റെ കൈ. എന്റെ കഴുത്തിൽ ഈ താലി എപ്പോ അക്കുച്ചേട്ടൻ കിട്ടിയോ ആ നിമിഷം അക്കുച്ചേട്ടന്റെ മനസ്സിൽ നിന്ന് നിന്നെ വലിച്ചെറിഞ്ഞു. ആകാശിന് ഒരിക്കലും അവന്റെ മനസ്സിൽ നിന്ന് എന്നെ വലിച്ചെറിയാൻ കഴിയില്ല. അവന്റെ മനസ്സിലെ ഓർമ്മകളിലും
ഇപ്പോഴും ഞാനുണ്ട്. ആരുടെയും മുന്നിൽ അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എന്നോട് പോലും. അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു ദിവസം ഞാൻ പുറത്തു കൊണ്ടുവരും. അത് കാണാനും കേൾക്കാനും നീ കാത്തിരുന്നു.